നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പാമ്പാടിയിലും സമരവിജയം. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി സമരം പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി വിദ്യാർത്ഥി സംഘടനകളും മാനേജ്മെന്റും നടത്തിയ ചർച്ചയിൽ സമവായം. സമരത്തിനിറങ്ങിയ കുട്ടികൾക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ല. 15-അംഗ സ്റ്റുഡൻസ് കമ്മിറ്റി രൂപീകരിച്ച് യൂണിയൻ പ്രവർത്തനം തുടങ്ങാനും തീരുമാനം. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ലക്കിടി കോളേജിലെ സമരവും ഒത്തുതീർപ്പിൽ. ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ വെള്ളിയാഴ്ച മുതൽ ക്ലാസുകൾ തുടങ്ങും. മുടങ്ങിയ അധ്യയന ദിവസങ്ങൾക്ക് പകരമായി ശനിയും ഞായറും ദിവസങ്ങളിൽ പകരം ക്ലാസുകൾ. ജിഷ്ണു പ്രണയുടെ മരണത്തിൽ ഊർജിത അന്വേഷണം നടക്കുന്നതായും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും സഹപാഠികൾക്ക് കളക്ടറുടെ ഉറപ്പ്. അതിനിടെ അനധികൃതമായി ഭൂമി കയ്യേറിയതിന് നെഹ്റു കോളേജിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് വനം വകുപ്പ്. മാനേജ്മെന്റ് കൈവശം വെച്ചിരിക്കുന്ന വനഭൂമി തിരിച്ചുപിടിക്കണം. ടെന്നീസ് കോർട്ടടക്കം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം. ഭൂമിയിലെ ക്രമക്കേടിൽ നേരിട്ട് പരിശോധന നടത്തി തൃശൂർ DFO. തടവറ തേടുന്ന യാത്ര. അനധികൃത സ്വത്ത് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശശികല ബംഗളൂരു കോടതിയിലേക്ക്. ജയലളിതയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം യാത്ര റോഡ് മാർഗം. സുരക്ഷാ കാരണങ്ങളാൽ ബംഗളൂരു സിറ്റി സിവിൽ കോടതിയിൽ ഹാജരാകാനാകില്ലെന്ന വാദം അംഗീകരിച്ചതോടെ ശശികല കീഴടങ്ങുക പരപ്പന അഗ്രഹാര ജയിലിൽ. നടപടിക്രമങ്ങൾക്കായി ജയിൽ വളപ്പിൽ പ്രത്യേക കോടതി ചേരും. കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട് ശശികല നൽകിയ അപേക്ഷ സുപ്രീം കോടതി രാവിലെ തള്ളിയിരുന്നു. പുറപ്പെടുവിച്ച ഉത്തരവിൽ ഒരു മാറ്റവും വരുത്താനാകില്ലെന്ന് നിരീക്ഷണം. അതിനിടെ MLA-മാരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന പരാതിയിൽ ശശികലയ്ക്കും എടപ്പാടി പളനിസ്വാമിക്കുമെതിരെ കേസെടുത്ത് കുവത്തൂർ പോലീസ്. അധികാര വടംവലി തുടരുന്ന സാഹചര്യത്തിൽ ഗവർണറുടെ തീരുമാനം വൈകിട്ടോടെ ഉണ്ടാകുമെന്ന് സൂചന. ഇതു സംബന്ധിച്ച് നിയമവിദഗ്ധർ നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് വിദ്യാസാഗർ റാവു. സർക്കാർ രൂപീകരണം വൈകരുതെന്ന ആവശ്യവുമായി ഇന്നലെ ഗവർണറെ കണ്ട പളനിസ്വാമി അവകാശപ്പെടുന്നത് 123 MLA-മാരുടെ പിന്തുണ. നിയമം പാലിക്കാത്ത നിയമനം. മുൻ വിജിലൻസ് മേധാവി ശങ്കർ റെഡ്ഡിയുടെ സ്ഥാനക്കയറ്റത്തിൽ ചട്ടലംഘനം നടന്നെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി സർക്കാരും നിയമനം ശരിവെച്ചു. ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകില്ല. നിയമനം പുനഃപരിശോധിക്കാനും വിജിലൻസ് ശുപാർശ. DGP-യായി വഴിവിട്ട് നിയമനം നൽകിയതിനെ മന്ത്രിസഭാ യോഗത്തിലും ബന്ധപ്പെട്ട ഫയലിലും എതിർത്തിരുന്നതായി മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. എന്നാൽ സ്ഥാനക്കയറ്റം നൽകിയത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് രമേശ് ചെന്നിത്തല. ആകാശം കടന്ന അഭിമാനം. ചരിത്രമെഴുതിയ വിക്ഷേപണ വിജയത്തിന്റെ അമരത്ത് ISRO. 104 ഉപഗ്രഹങ്ങളുമായി PSLV C-37 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നത് രാവിലെ 9:28. ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് ബഹിരാകാശത്തെത്തിച്ച് ഇന്ത്യ മറികടന്നത് 37 ഉപഗ്രഹങ്ങൾ എന്ന റഷ്യയുടെ റെക്കോർഡ്. PSLV-യുടെ 39-ാം ദൗത്യത്തിൽ ഇന്ത്യ ബഹിരാകാശത്തെത്തിച്ച 104 ഉപഗ്രഹങ്ങളിൽ 96 എണ്ണം അമേരിക്കയുടേത്. ഇന്ത്യയുടെ 2 ഉപഗ്രഹങ്ങൾക്ക് പുറമെ ഇസ്രയേൽ, കസാക്കിസ്ഥാൻ, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, UAE എന്നീ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും ഇന്ത്യൻ ചിറകിൽ. ഇന്നത്തെ ഒറ്റ ദൗത്യത്തിൽ PSLV ബഹിരാകാശത്തെത്തിച്ച ആകെ ഉപഗ്രഹഭാരം 1378 കിലോഗ്രാം. ഭൗമനിരീക്ഷണത്തിനുള്ള പ്രധാന ഉപഗ്രഹത്തിനൊപ്പം കുതിച്ചുയർന്നത് ആകെ 664 കിലോഗ്രാം ഭാരമുള്ള 103 നാനോ സാറ്റലൈറ്റുകൾ. ആകാശജയത്തിന്റെ അഭിമാന ശൃംഖത്തിൽ ISRO. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ, പവൻ 21,920 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.